മഴ തോരും മുമ്പേ ഇനി വരാൻ പോകുന്ന വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അങ്ങനെ പൗലോസും ബൈജും കൂടെ ആൻ്റപ്പൻ്റെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ ആൻ്റപ്പൻ ചോദിക്കുന്നുണ്ട്, എന്താ ഇത്ര താമസിച്ച്, എത്ര നേരം കൊണ്ട് കാത്തു നിൽക്കുകയാണ്? അപ്പം പൗലോസ് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ആൻ്റപ്പൻ്റെ റൂട്ട് സൂപ്പർവൈസ് പണിയല്ലല്ലോ, വെച്ച് കൊടുക്കുകയും അതെല്ലാം കഴിയുമ്പോൾ കുറച്ച് താമസിക്കും, കാത്തു നിൽക്കണമെന്ന് പറയുകയാണ്. അപ്പം ഇവർ തമ്മിൽ അടി കൂടുമ്പോൾ ബൈജു പറയുന്നുണ്ട്, എന്തിനാ നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടുന്നത്, നമ്മളെല്ലാം ഒരുമിച്ച് നിൽക്കേണ്ട ആൾക്കാരാന്ന് പറയുകയാണ്. അപ്പം അതിനെന്താ ഇപ്പോൾ കുഴപ്പം, ഒരുമിച്ചല്ലേ നിൽക്കുന്നത് ആൻ്റപ്പൻ പറയുന്നുണ്ട്. അപ്പം ബൈജു എന്തോ പറയാൻ വരുമ്പോഴത്തേക്ക് അകത്തുനിന്ന് അലീന ഇറങ്ങി വരുന്നത് പൗലോസ് കാണുന്നുണ്ട്. പൗലോസ് പെട്ടെന്ന് ബൈജുവിൻ്റെ മുഖത്തിങ്ങനെ പിടിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, എന്ത് ബൈജു, ഈ മുഖത്തൊക്കെ നിൻ്റെ എന്താ കുത്തിയേക്കുന്നത്, കൊതുകാണോ കുത്തിയേക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പം അലീന അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത് കാണുന്നുണ്ട്. അപ്പം പൗലോസ് പെട്ടെന്ന് ചോദിക്കുന്നുണ്ട്, എന്താ കുഞ്ഞെ, എന്താ കുഞ്ഞിന് എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കുകയാണ്. അപ്പം അടുത്തേക്ക് വരികയാണ് അലീന. നിങ്ങളെല്ലാവരും കൂടെ 3 പേരും കൂടെ എങ്ങോട്ട് പോവുക? അപ്പോൾ ആൻ്റപ്പൻ പറയുന്നുണ്ട്, കുറച്ച് പലചരക്ക് സാധനങ്ങൾ വാങ്ങിക്കണം, അതിന് പോവുകയാണെന്ന് പറയുകയാണ്. അപ്പം അലീന പറയുന്നുണ്ട്, ലിസ്റ്റ് ഉണ്ടെങ്കിൽ ഒന്ന് തരാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം പൗലോസ് പെട്ടെന്ന് പറയുന്നുണ്ട്, പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വന്നതിന് ശേഷം പോരെ ലിസ്റ്റ്, ഇപ്പം വേണോ ലിസ്റ്റ് എന്ന് ചോദിക്കുകയാണ്. ഇപ്പം വേണ്ട, എന്നെങ്കിൽ പോയിട്ട് വന്നിട്ട് മതിയെന്ന് അലീന പറയുന്നുണ്ട്. അപ്പം പെട്ടെന്ന് വാ എൻ്റെ പേട്ടൻ, നമുക്ക് പലചരക്ക് കടയിലേക്ക് പോകാം, അവിടുത്തെ അയാൾക്ക് എങ്ങോട്ടോ പോകണമെന്ന് പറയുന്നുണ്ട്, എന്തോ ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന്, മോളുടെ കുർബാനയോ എന്തോ ആണെന്ന് പറയുന്നത് കേട്ട്. ഇത് കേൾക്കുമ്പം ആൻ്റപ്പൻ ചോദിക്കുകയാണ്, അയാൾക്കെന്തോ, അയാളുടെ മക്കളെല്ലാം പുറത്താണല്ലോ, പിന്നെ ഏത് മക്കളുടെ കാര്യമാണ് പൗലോസ് പറയുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പൗലോസിന് ദേഷ്യം വരുന്നുണ്ട്, നിങ്ങളുടെ അപ്പൻ്റെ എന്നും പറഞ്ഞുകൊണ്ട് ചീത്ത പറയാൻ വരുന്നുണ്ട്. ഇത് അലീന കേൾക്കുന്നുണ്ട്. അപ്പം അലീനയ്ക്ക് മനസ്സിലാവുന്നുണ്ട് പൗലോസ് പറഞ്ഞ കള്ളത്തരമാണെന്നും. അലീന പൗലോസിൻ്റെ മുഖത്തോട്ട് നോക്കുമ്പോൾ പൗലോസാണെങ്കിൽ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് അങ്ങ് പൊക്കോളാൻ വയ്യാതെ വെപ്രാളം പിടിച്ച് വണ്ടിയിലേക്ക് കയറിയാണ്. അപ്പം ആൻ്റപ്പൻ വന്ന് അലീനയുടെ അടുത്ത് പറയുന്നുണ്ട്, ഞങ്ങളെന്നാ പോയിട്ട് വരട്ടെ കുഞ്ഞ്, എന്നെങ്കിൽ പോയിട്ട് വാ എല്ലാവരും എന്ന് അലീന പറയുന്നുണ്ട്. അതിനുശേഷം പൗലോസിനെ നോക്കുന്നുണ്ട്. പൗലോസിൻ്റെ മുഖത്ത് എന്തോ കള്ളലക്ഷണം ഉള്ളതുപോലെ അലീനയ്ക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ അവർ ജീപ്പ് ഗേറ്റിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ആൻ്റപ്പൻ്റെ പറയുന്നുണ്ട്, പൗലോസേ, നീ എന്തിനാ ആ കൊച്ചിനോട് അങ്ങനെയൊക്കെ സംസാരിച്ചത്, ആ കൊച്ചിന് മനസ്സിലായി നീ പറഞ്ഞതെല്ലാം കള്ളത്തരമാണെന്ന്. അപ്പം ഇത് കേൾക്കുമ്പോൾ പൗലോസിന് ഇങ്ങനെ ദേഷ്യീകരിക്കുകയാണ്. പിന്നെ എല്ലാവരും ഒരു കാര്യം ശ്രദ്ധിച്ചോ, എന്തോ പണി വരാൻ പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്, അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണെന്ന് പറയാണ്. അപ്പോൾ പൗലോസ് പറയുന്നുണ്ട്, പിന്നെ ഞാൻ എന്തിനാ അവളെ പേടിപ്പിക്കുന്നത്, എനിക്ക് അവളെ പേടിക്കേണ്ട ഒരു കാര്യമില്ല, ഞാൻ ഇവിടുത്തെ കേണൽ സാബിൻ്റെ ഭാര്യയും മക്കളും പറയുന്നത് മാത്രം കേട്ടാൽ മതി, എവിടെയോ കടന്ന് ഇവള് പറയുന്നത് ആര് കേൾക്കണം, പിന്നെ ആര് ഇവളെ പേടിക്കും എന്നൊക്കെ പൗലോസ് ഭയങ്കരമായിട്ട് പറയുന്നുണ്ട്. അപ്പം ആൻ്റപ്പൻ പറയുന്നുണ്ട്, എന്തായാലും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്, എന്തോ പണി വരാനിരിപ്പുണ്ട് എന്ന് ആൻ്റപ്പൻ പറയുന്നുണ്ട്. അതിനുശേഷം അലീന ഇവർ പോകുന്നത് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങോട്ട് അവതക്കുട്ടി വരുന്നുണ്ട്. അപ്പം അവതക്കുട്ടി ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, ആരെ നോക്കി നിൽക്കുക? അല്ല, ഇവിടെ ആൻ്റപ്പേട്ടനും പൗലോസേട്ടനും ബൈജുവും കൂടെ സാധനം വാങ്ങിക്കാൻ പോയേക്കുവാണ്, പക്ഷേ പൗലോസേട്ടൻ്റെ മുഖത്ത് എന്തോ ഒരു കള്ളത്തരം ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നു പറയാണ്. പൗലോസേട്ടൻ പറയുന്നതെല്ലാം കള്ളത്തരമാണെന്നാ തോന്നുന്നേ എന്ന് അലീന അവതക്കുട്ടിയുടെ അടുത്ത് പറയുന്നുണ്ട്. അപ്പം നീ അങ്ങ് ചോദിക്കാൻ എന്താ മോളെ അവൻ്റെ അടുത്ത് നേരിട്ട്? അപ്പം തിരിച്ച് വരട്ടെ വല്യപ്പച്ച, തിരിച്ച് വരുമ്പം ചോദിക്കും. അതേപോലെ ആ ഒരു പലചരക്ക് സാധനം വാങ്ങിക്കാനാണ് പോയേക്കുന്നത്. ലിസ്റ്റ് ചോദിച്ചപ്പോൾ പൗലോസേട്ടൻ തിരിച്ച് വന്നിട്ട് തരാമെന്ന്, എന്തോ ഒരു കള്ളത്തരം അതിലും ഉള്ളതുപോലെ എനിക്ക് തോന്നിയെന്ന് പറയാണ്. എന്തായാലും അവർ തിരിച്ച് വരട്ടെ, നമുക്ക് നോക്കാം മോളെ, മോളെന്തിനാ അതാലോചിച്ച് ഇത്ര ടെൻഷൻ അടിക്കാനെന്ന് അവതക്കുട്ടി ചോദിക്കുന്നുണ്ട്. നമുക്ക് അവർ തിരിച്ചു വരുമ്പം അതിനെക്കുറിച്ച് അവരുടെ അടുത്ത് തന്നെ ചോദിക്കാം എന്നൊക്കെ അവതക്കുട്ടി പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് അലീനെ. അതിനുശേഷം ഇവർ വരാനായിട്ട് കാത്തിരിക്കുകയാണ് അലീന. അപ്പോഴാണ് ഇവരെ സാധനമായിട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ ഉടനെ അലീന അങ്ങോട്ട് ഇറങ്ങി ചെല്ലുന്നുണ്ട്. അപ്പം എന്നിട്ട് ആൻ്റപ്പൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ആൻ്റപ്പേട്ട, ഈ സാധനങ്ങളെല്ലാം എടുത്ത് അകത്തോട്ട് വെക്ക്, എന്നിട്ട് വാങ്ങിച്ച സാധനങ്ങളുടെ ലിസ്റ്റ് ഇങ്ങോട്ട് തരാൻ പറയുകയാണ്. അങ്ങനെ ആൻ്റപ്പനാണെങ്കിൽ ആ ലിസ്റ്റെല്ലാം എടുത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അവിടെ എന്നും എന്തൊക്കെ സാധനങ്ങൾ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ എഴുതുന്ന ബുക്ക് എടുത്ത് ആൻ്റപ്പൻ കൊടുക്കുന്നുണ്ട്. ഇതിനകത്തുണ്ട് കുഞ്ഞ് എല്ലാ സാധനങ്ങളും എന്തൊക്കെ വേണമെന്ന് ഇതിനകത്തുണ്ടെന്ന് പറയാണ്. അപ്പോഴത്തേക്ക് അലീന പറയുന്നുണ്ട്, ഈ സാധനങ്ങളെല്ലാം എടുത്ത് അകത്തോട്ട് വെക്ക്, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പൗലോസും അതേപോലെ ബൈജു സാധനങ്ങളെല്ലാം എടുത്ത് അകത്തോട്ട് വെക്കുന്നുണ്ട്. ഇതൊന്നും പൗലോസിന് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോഴത്തേക്ക് അവതക്കുട്ടിയും അങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ ലിസ്റ്റ് നോക്കുന്നുണ്ട്. ലിസ്റ്റ് ആ ബുക്കിൽ എന്തൊക്കെയാണ് വേണ്ടുന്ന സാധനങ്ങളുടെ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്, അതെല്ലാം ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നിട്ട് അലീന പറയുന്നുണ്ട്, ഈ വാങ്ങിച്ച സാധനങ്ങളൊക്കെ കുറച്ച് കൂടുതലാണല്ലോ, ഇത്രയും സാധനങ്ങളൊന്നും വേണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. കിച്ചണിലേക്ക് ഇത്രയും സാധനം വേണോ പൗലോസ് ചേട്ടാ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പൗലോസ് ഒന്നും മിണ്ടുന്നില്ല. ഇത്രയും കൂടുതൽ സാധനങ്ങൾ എന്തിനാണ് വാങ്ങിച്ചതെന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് അലീന ആ സാധനങ്ങളൊക്കെ നോക്കുമ്പം
അതിനകത്ത് എഴുതിയേക്കുന്ന അത്രയും സാധനം കൊണ്ടുവന്നിട്ടുമില്ല. അതെന്താ പറ്റി? നിങ്ങൾ കൊടുത്ത ലിസ്റ്റ് ആ കടക്കാരൻ കണ്ടില്ലേ? പക്ഷേ ഇതിനകത്ത് വില ഇട്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആൻ്റെ അപ്പൻ ഒന്നും മിണ്ടുന്നില്ല. പൗലോസിൻ്റെ അടുത്തും ചോദിക്കുന്നുണ്ട്, എന്താ പൗലോസേട്ടാ, കിച്ചണിലേക്ക് സാധനങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ സാധനമില്ല, പക്ഷേ വില ഇട്ടിട്ടുണ്ട്, എന്താ ഇതിന് കാരണമെന്ന് ചോദിക്കുന്നുണ്ട്. അതെനിക്കറിയത്തില്ല, ഇനി കടക്കാരന് തെറ്റ് പറ്റിയതായിരിക്കും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കടക്കാരന് ഇത്രയേറെ തെറ്റ് പറ്റുമോ എന്നൊക്കെ അലീന ചോദിക്കുന്നുണ്ട്. അപ്പം വീണ്ടും സാധനങ്ങളൊക്കെ നോക്കുമ്പോൾ ഒത്തിരി ക്രമക്കേട് നടന്നതായിട്ടായി അലീനയ്ക്ക് തോന്നുന്നുണ്ട്. കാരണം എഴുതി കൊണ്ടുപോയ സാധനങ്ങൾ വേറെ, കൊണ്ടുവന്നത് കുറവ്, അങ്ങനെ പല പല കാര്യങ്ങൾ അലീന കണ്ടെത്തുന്നുണ്ട്. അപ്പം ഇതെല്ലാം കണ്ടിട്ട് അലീന ചോദിക്കുന്നുണ്ട്, പോകുന്നതിന് മുമ്പേ ലിസ്റ്റ് കാണിക്കാൻ പറഞ്ഞപ്പോൾ പൗലോസേട്ടന് കാണിക്കാൻ പറ്റത്തില്ല. പിന്നെ കൊണ്ടുപോയ ലിസ്റ്റില്ല, സാധനങ്ങളെല്ലാം ഇല്ല, പക്ഷേ എല്ലാത്തിനും വിലയിട്ട് വെച്ചിട്ടുണ്ട്, പിന്നെ അധികമാണ് സാധനങ്ങൾ എടുത്തേക്കുന്നത്, ഇതിനൊക്കെ കാരണം എന്താണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പൗലോസ് ഒന്നും മിണ്ടായിരിക്കുകയാണ്. ആൻ്റെ അപ്പനും ഒന്നും മിണ്ടുന്നില്ല. അപ്പം ഔതക്കുട്ടി പറയുന്നുണ്ട്, അവന് പറയാൻ വയ്യെങ്കിൽ പറയണ്ട, ആൻ്റെപ്പ നീ പറഞ്ഞാലും മതി, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ മതി എന്ന് പറയുകയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ മിണ്ടായിരിക്കുന്നുണ്ട്. അപ്പോൾ ഔതക്കുട്ടി പറയുന്നുണ്ട്, ഇവിടെ ഒരുപാട് കള്ളത്തരം നടക്കുന്നുണ്ട്, സ്റ്റാൻലി ലാലിച്ചിനെ ഒരുപാട് നിങ്ങളെല്ലാവരും കൂടെ പറ്റിക്കുന്നുണ്ടെന്ന് എൻ്റെ മോള് പറഞ്ഞപ്പോൾ ഞാനത്ര വിശ്വസിച്ചിട്ടില്ല. ഇപ്പം നേരിട്ട് തെളിവോടെ കണ്ടെത്തി. അപ്പം നീയൊക്കെ ഇവിടുന്ന് എഴുതിക്കൊണ്ടുപോയ ലിസ്റ്റിലെ സാധനങ്ങൾ എവിടെ? ആ സാധനങ്ങളൊക്കെ എങ്ങോട്ട് പോയി? പക്ഷേ എല്ലാത്തിനും വില എടുക്കുന്നുണ്ട്, അതിന് എങ്ങോട്ട് പോയെന്ന് പറയാണ്. അപ്പം പൗലോസ് വീണ്ടും പറയുന്നുണ്ട്, അത് കടക്കാരന് തെറ്റ് പറ്റിയതായിരിക്കും. അങ്ങനെ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചോദിക്കണമല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഔതക്കുട്ടി പറയുന്നുണ്ട്, മോളെ ഇനി ചോദ്യം പറച്ചിലൊന്നും വേണ്ട, നമുക്ക് കടയിലേക്ക് തന്നെ പോവാം, സാധനങ്ങളെല്ലാം എടുത്തു വെക്കാൻ പറയാണ്. അപ്പോൾ പൗലോസ് ഒന്നും മിണ്ടാതിരിക്കുകയാണ്. അപ്പം അലീന പറയുന്നുണ്ട്, വല്യപ്പച്ചൻ പറഞ്ഞു കേട്ടില്ലേ എൻ്റെ പേട്ട, ഈ സാധനങ്ങളെല്ലാം വണ്ടിയിലെടുത്ത് വെക്ക്, കടയിൽ പോയി ഇതിൻ്റെ സത്യാവസ്ഥ കണ്ടുപിടിച്ചിട്ടുള്ള കാര്യം എന്ന് പറയാണ്. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ബൈജുവും പൗലോസും ഇങ്ങനെ നിൽക്കുകയാണ്. ആൻ്റപ്പനും ഈ കള്ളത്തരത്തിൽ കൂട്ടിത്തിക്കുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പം പറയാമെന്ന് പറയുന്നുണ്ട്. അപ്പം ഔതക്കുട്ടി പറയുന്നുണ്ട്, ഇനി പറച്ചിലും ഒന്നുമില്ല, കടയിൽ പോയി അവരുടെ അടുത്ത് സത്യാവസ്ഥ ചോദിച്ച് മനസ്സിലാക്കണമെന്ന് പറയണം. അങ്ങനെ ആൻ്റപ്പനെ കൊണ്ട് എല്ലാ സാധനങ്ങളും പൗലോസും ബൈജു എല്ലാവരും കൂടെ സാധനം എടുത്ത് വണ്ടിക്കകത്ത് വെക്കുന്നുണ്ട്. അങ്ങനെ പെട്ട അവസ്ഥയിലാണ് പൗലോസും ബൈജു. അങ്ങനെ സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ട് അലീനയും ഔതക്കുട്ടിയും കൂടെ കയറുന്നുണ്ട്. എന്നിട്ട് ആൻ്റപ്പൻ്റെ അടുത്തും പൗലോസിൻ്റെ അടുത്തും ബൈജുവിൻ്റെ അടുത്തും കൂടെ വരാൻ പറയുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും കൂടെ കടയിലേക്ക് പോവുകയാണ്. ഒന്നും ചെയ്യാനും ഒന്നും പറയാനില്ലാതെ പെട്ട അവസ്ഥ ഇരിക്കുകയാണ് പൗലോസും ആൻ്റപ്പനും ബൈജു. അപ്പം പോകുന്ന വഴി അലീന പറയുന്നുണ്ട്, ഈ ഗേറ്റ് കടക്കുന്നതിന് മുമ്പ് ആർക്കെങ്കിലും സത്യം തുറന്ന് പറയണമെങ്കിൽ പറയാം, ഇതിന് അപ്പുറം കടന്നു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കത്തില്ല കാര്യങ്ങളുടെ പോക്ക്, അതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് അലീന ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പം ഔതക്കുട്ടി പറയുന്നുണ്ട്, മോളെ ഇവന്മാരത്തിന് ചോദ്യവും പറച്ചിലും ഒന്നും വേണ്ട, നമുക്ക് നേരെ കടയിൽ ചെന്ന് ആ കടക്കാരനോട് തന്നെ ചോദിക്കാം, അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം, ഇവന്മാർ അവിടെ നിന്ന് എല്ലാവരുടെയും മുന്നിൽ നിന്ന് നാറട്ടെ, അതാ വേണ്ടതെന്ന് പറയാണ്. അപ്പം അലീനയും പറയുന്നുണ്ട്, ഇപ്പം കടയിലേക്ക് ചെന്ന് ഈ കാര്യത്തെക്കുറിച്ച് അന്വേഷിച്ചാൽ ഇതിൽ ആരൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പുറത്തു വരും, അതോടെ എല്ലാവർക്കും ഇതൊരു നാണക്കേടാവും, അത് ഓർമ്മ വേണം എന്ന് അലീന പറയുന്നുണ്ട്. അങ്ങനെ പൗലോസിനെയും ആൻ്റപ്പനെയും ബൈജുവിനെയും കൈയോടെ പിടികൂടിയിരിക്കുകയാണ് അലീന.